ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള മാർച്ച് മാസത്തിലെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സംസ്ഥാനത്ത് 2024 മാർച്ച് മാസം മുതൽ കൃത്യമായി തന്നെ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്തു വരികയാണ്. 5 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ 2 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചതുപോലെ തന്നെ 2 ഗഡു കുടിശ്ശിക സർക്കാർ ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന 3 ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇനി സംസ്ഥാനത്ത് വിതരണം ചെയ്യുവാനുള്ളത്. മാർച്ച് മാസത്തിൽ 1600 രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക. കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്രം 12,000 കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാനത്തിന് അനുമതി നൽകിയത്. ഇപ്പോഴിതാ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് 1000 കോടി രൂപ കൂടി കടമെടുക്കുകയാണ് സർക്കാർ. 90 ദിവസത്തേക്ക് 9% പലിശ നിരക്കിലാണ് 1000 കോടി രൂപ കടമെടുക്കാൻ നിർദ്ദേശിക്കുന്നത്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് 1000 കോടി കടമെടുക്കുന്നത്. ഇതോടെ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷനും ഉറപ്പായിരിക്കുകയാണ്. മാർച്ചിൽ റംസാനൊക്കെ വരുന്നത് പ്രമാണിച്ച് പെൻഷൻ നേരത്തെ വിതരണം ചെയ്തേക്കാനും സാധ്യതയുണ്ട്. അതായത് മാർച്ച് 20-നും 25-നും ഇടയിൽ വിതരണം ആരംഭിച്ചേക്കാം. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്കായിരിക്കും തുക എത്തിച്ചേരുക. പിന്നീട് അധികം വൈകാതെ തന്നെ വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് വിതരണം ആരംഭിക്കുകയും തുക എത്തിച്ചേരുകയും ചെയ്യും. പെൻഷനിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് പതിവ് പോലെ 200, 300, 500 തുടങ്ങിയ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക. പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം അക്കൗണ്ടുകളിലേക്ക് ഈ തുകയും എത്തിച്ചേരുന്നതായിരിക്കും. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതലാണ് കുടിശ്ശികയുള്ള 3 ഗഡുക്കൾ വിതരണം ചെയ്യുന്നത്. ഏപ്രിലിൽ വിഷുവും ഈസ്റ്ററും പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ 1 ഗഡുവും ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് വിതരണം ചെയ്യുന്നതായിരിക്കും. അത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്തു തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.